ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എന്താ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്താ ഇപ്പോൾ ചെയ്യുക എന്നിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ. അപ്പം എന്നാൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ചെയ്താട്ടോ. ഇത് ചെറിയൊരു പാക്കിംഗ് സംഭവമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വന്ന ഓൺലൈനിൽ വന്ന ഓർഡറിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. ഞങ്ങൾ പ്രധാനമായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ മീഷോ ഇതിലൊക്കെ മെയിനായിട്ട് വാച്ചിൻ്റെ സ്ക്രാപ്പാട്ടോ ഞങ്ങൾ വിൽക്കുന്നത്. പല വെറൈറ്റി സ്ട്രാപ്പ് ഉണ്ട്, പിന്നെ ലോക്ക് ഉണ്ട്, പല വെറൈറ്റികളായിട്ടുള്ള ലോക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ്, സ്വന്തമായിട്ട് ഒരു സംരംഭം എന്നൊക്കെ. ഇപ്പോൾ അവർക്കൊരു വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കേട്ടോ ഈ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ മാർക്കറ്റ് എങ്ങനെയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അത് വിൽക്കാൻ തുടങ്ങുക. പിന്നെ കുറേ ആൾക്കാരുടെ വിചാരം അതിൽ കുറേ നൂലാമാലകളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ സാധാരണക്കാരനായ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് ഓൺലൈനായിട്ടൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയുന്നതൊക്കെ. പിന്നെ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ റിട്ടേൺ ഉണ്ടാവില്ല, റിട്ടേൺ നമുക്ക് എങ്ങനെ ആവും, ബാധ്യത ആവുമോ എന്നൊക്കെ. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മളൊരു എന്തായാലും കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ ഉണ്ടാവും. ചിലത് നമുക്ക് കംപ്ലയിൻ്റ് ഒന്നും കിട്ടില്ല, ചിലത് എന്തായാലും ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വരും. നമുക്ക് ചിലത് വേറെ പ്രൊഡക്റ്റൊക്കെ മാറി വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഏതൊരു കാര്യമായാലും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. ഭാഗ്യം നോക്കിയിരിക്കരുത്, അത്രേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടാണ് കുറേ ആൾക്കാർ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുക. നമ്മൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 9 to 5 എന്ന് പറഞ്ഞ മാതിരി സമയമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, നേരത്തെ വന്നാൽ നേരം വൈകിയേ പോകാൻ കഴിയുള്ളൂ. പിന്നെയൊക്കെ നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും റിസൾട്ടും ഉണ്ടാവും. പിന്നെ മുന്നോട്ട് ഇറങ്ങിയിട്ടാണ് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടും. നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ.